ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റാണ്. ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്നാണ് കേട്ടോ ഈ യൂണിറ്റിൻ്റെ പേര്. ഇതിലെ ആദ്യത്തെ പാഠമായ വായുവില്ലാത്ത ലോകം എന്ന ഒരു കവിതയല്ല, തുള്ളൽ കവിതയാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ കവിതയും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണ വീഡിയോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല മലയാളത്തിൻ്റെ മാത്രം ക്ലാസ്സുകൾ മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാലും മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു കൊച്ചു കഥ വായിക്കൂ. മഴക്കാലം. പുഴ നിറഞ്ഞൊഴുകുന്നു. പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാലോങ്ങി പരിഭ്രമിച്ച് നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ്. കുടയുടെ ശീലയും കമ്പികളുമെല്ലാം താഴെ കിടപ്പുണ്ട്. കാര്യമന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു, ദാ അക്കരയ്ക്ക് നോക്ക്, അവിടെ ഒരു നായ ഉറക്കെ കുരയ്ക്കുന്നത് കണ്ടില്ലേ? കഷ്ടകാലത്തിന് പുഴ ഇപ്പോൾ വറ്റിപ്പോവേം നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടുമെന്ന് ഉറപ്പാ. ഒരു മുൻകരുതലാവാമെന്ന് തോന്നി. തോമസിന് ചിരി അടക്കാനായില്ല. ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്? എന്തൊക്കെയുണ്ട് മക്കളെ? കഥ ഫലിതം നിറഞ്ഞതാണ് അല്ലേ, തമാശ നിറഞ്ഞതാണ്. അതുപോലെ എന്താണ്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ പുഴ വറ്റി പോവുകയും അതുപോലെ നായ ചെങ്ങല പൊട്ടിക്കുകയൊക്കെ ചെയ്യുമോ? പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പരിഭ്രമം, അതിനുള്ള പരിഭ്രമത്തിന് വേണ്ട ആ സംഭവത്തിന് വേണ്ട എന്താണ് ഒരു മുൻകരുതലും നമുക്കിതിൽ കാണാം. അഥവാ പുഴ വറ്റിപ്പോവുമോ, നായ ചങ്ങല പൊട്ടിക്കുമോ എന്നുള്ളൊരു പരിഭ്രമവും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന ഒരു മനുഷ്യൻ്റെ മുൻകരുതലുമാണ് ഇവിടെ കാണാനാവുന്നത്. ഇതുപോലെയുള്ള ഏതെങ്കിലും ഫലിത കഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ക്ലാസ്സിൽ പങ്കുവയ്ക്കണേ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽ പാട്ട് പാടി നോക്കാം. വായുവില്ലാത്ത ലോകം. മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക, കാരണം ദാരുണമായ ദശാന്തരെ, കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു, കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെപ്പോലിരുന്നിടുന്നു. മുണ്ടുടുക്കുന്നവൻ 2 കരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു. തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ. മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ, പൊങ്ങുന്നതിൻ മുമ്പു വായു ശമിക്കയാൽ. എണ്ണ തേക്കുന്നവർ അപ്പാടിരിക്കുന്നു, കണ്ണെഴുതുന്നവർ അങ്ങനെ പാർക്കുന്നു. കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടനങ്ങാതിരിക്കുന്നു. പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ വച്ചൊട്ടുപായും പിളർന്നങ്ങനെ നിൽക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിലാ മദ്ദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു. പറ്റുവിളിക്കും കുഴൽക്കാരൻ അന്നേരം തെറ്റെന്നു കാലും കവച്ചു നിന്നിടുന്നു. എത്രയും വിസ്മയം സർവ്വജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്നാണ്, കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, തുള്ളലിൻ്റെ ഈണത്തിലൊന്ന് ക്ലാസ്സിൽ അവതരിപ്പിച്ച് പാടി നോക്കണം കേട്ടോ. ഇനി നമുക്ക് കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. സാധാരണ സംഭവങ്ങൾക്കപ്പുറം എന്ത് എന്ന ചോദ്യം വായനക്കാരിൽ ഒട്ടേറെ ചിന്തകൾ സൃഷ്ടിക്കും. കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതിന് വിപരീതമായി നടന്നാൽ എന്ത് സംഭവിക്കും? ഈ ചോദ്യം ഒരേ സമയം വായനക്കാരിലും കേൾവിക്കാരിലും കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കും. വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽ ഭാവത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഇതേ ചോദ്യമാണ് നർമ്മരൂപേണ നമ്മോട് ചോദിക്കുന്നത്. വായു ഇല്ലാതെയാകുമ്പോഴാണ് നാം വായുവിൻ്റെ വില അറിയുക. കണ്ണില്ലാതാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയും എന്ന് പറയുന്നത് പോലെ വായുവില്ലാത്ത ലോകത്തെ നമ്പ്യാർ ഭാവനാ ചിത്രമാക്കി ഇതിൽ വികസിപ്പിക്കുന്നു. കവി വാക്കുകൊണ്ട് വരച്ച ഈ ചിത്രം നമുക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നു. വെള്ളമില്ലാതായാലും ഭക്ഷണമില്ലാതായാലുമെല്ലാം എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാമല്ലോ. അതിലേറെ കഷ്ടമായിരിക്കും വായു ഇല്ലാതായാൽ സംഭവിക്കുക. മനുഷ്യന് അത്യാവശ്യമായ വായു ഇല്ലാതായാലുള്ള രംഗങ്ങൾ ഒരു ചിത്രം പോലെ നമ്പ്യാർ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. പെട്ടെന്ന് വായു ഇല്ലാതായാൽ മനുഷ്യരെല്ലാവരും കൊത്തിപ്പണി കഴിപ്പിച്ച പാവകൾ പോലെ നിശ്ചലമായിരിക്കും എന്നാണ് കവി പറയുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നയാൾ ആ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നുണ്ടാവും. അത് കണ്ടിരിക്കുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാത്ത പാവയെ പോലെ നിൽക്കുന്നുണ്ടാവും.
മുണ്ടുടുത്തുകൊണ്ടിരിക്കുന്നയാൾ രണ്ട് കൈകൊണ്ടും മുണ്ടിൻ്റെ കര ഞൊറിഞ്ഞത് പിടിച്ചു നിൽക്കുന്നുണ്ടാവും. വടിയെടുത്ത് ഓടിപ്പോവുന്നയാൾ കുഴിയിൽ വീണ മരത്തടി പോലെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങി വന്നവർ പൊങ്ങിയും കിടക്കുന്നുണ്ടായിരിക്കും. എണ്ണ തേക്കുന്നവരും കണ്ണെഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലമായി നിൽക്കും. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയയാൾ തവി താഴ്ത്തി അനങ്ങാനാവാതെയിരിക്കും. പാട്ടുപാടുന്നവരോ ഒരു കൈ ചെവിയിലും വെച്ച് വാ തുറന്നിരിക്കുന്നുണ്ടായിരിക്കും. മദ്ദളം കൊട്ടുന്നയാൾ ആ മദ്ദളം കഴുത്തിലുമിട്ട് ചലിക്കാൻ കഴിയാതെ നിൽക്കും. ഇങ്ങനെ വായു ഇല്ലാതെയായാൽ എല്ലാ ജനങ്ങളും ഒരു കടലാസിൽ വരച്ച ചിത്രം പോലെയായിരിക്കും എന്നാണ് നമ്പ്യാർ പറയുന്നത്. ചുരുക്കത്തിൽ മരണം പോലെ നിശ്ചലം എന്നർത്ഥം. ഈ ചിത്രങ്ങളൊക്കെയും മനുഷ്യരിൽ ദുഃഖമാണ് ഉണ്ടാക്കുക. എങ്കിലും നമ്പ്യാർ അത് നർമ്മത്തോടെ ആവിഷ്കരിച്ചെന്നു മാത്രം. കഷ്ടകാലത്തിൽ നിന്നും ചിരിയുണ്ടാക്കുന്ന ഈ സന്ദർഭം നമ്പ്യാരുടെ പ്രതിഭയ്ക്ക് വലിയ ഉദാഹരണമായി മാറുന്നു. ഏത് വിഷമാവസ്ഥകളെയും നർമ്മബോധത്തോടെ തരണം ചെയ്യാനുള്ള പ്രേരണ ഈ കവിത നമുക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഈണം കണ്ടെത്തി ചൊല്ലാം. കവിതയ്ക്ക് യോജിച്ച ഈണം നൽകി ഗ്രൂപ്പുകളായി ഉറക്കെ ചൊല്ലി നോക്കൂ. ചൊല്ലുമ്പോൾ എല്ലാവരും ചേർന്ന് താളം പിടിക്കുമല്ലോ. ഈ കവിതാഭാഗം തുള്ളൽ രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? തുള്ളലിൻ്റെ ഈ ഈണത്തിൽ ഈ കവിത ക്ലാസ്സിൽ ചൊല്ലി അവതരിപ്പിക്കണം. അടുത്ത ചോദ്യം നോക്കൂ. ഒരൊറ്റ നിമിഷം. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായുസഞ്ചാരം നിലച്ചു. വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെപ്പോലെ നിശ്ചലരായി തീർന്നു. ഇതിൻ്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ. എന്തെല്ലാമാണവ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നയാൾ ആ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നു. അത് കണ്ടിരിക്കുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാത്ത പാവയെപ്പോലെ നിൽക്കുന്നു. മുണ്ടുടുത്തുകൊണ്ടിരിക്കുന്നയാൾ രണ്ട് കൈകൊണ്ടും മുണ്ടിൻ്റെ കര ഞൊറിഞ്ഞത് പിടിച്ചു നിൽക്കുന്നു. വടിയെടുത്ത് ഓടിപ്പോയയാൾ കുഴിയിൽ വീണ മരത്തടി പോലെ അവിടെ കിടക്കുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങി വന്നവർ പൊങ്ങിയും കിടക്കുന്നു. എണ്ണ തേക്കുന്നവരും കണ്ണെഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലമായി നിൽക്കുന്നു. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയയാൾ തവി താഴ്ത്തി അനങ്ങാനാവാതെ ഇരിക്കുന്നു. പാട്ടുപാടുന്നവരോ ഒരു കൈ ചെവിയിലും വെച്ച് വാ തുറന്നിരിക്കുന്നുണ്ടായിരിക്കും. മദ്ദളം കൊട്ടുന്നയാൾ ആ മദ്ദളം കഴുത്തിലുമിട്ട് ചലിക്കാൻ കഴിയാതെ നിൽക്കുന്നു. ഇത്രയും കാഴ്ചകളാണ് കവിതയിലുള്ളത്. ഇനി ഈ കാഴ്ചകളെല്ലാം നിശ്ചല ദൃശ്യങ്ങളായി അവതരിപ്പിക്കൂ. രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം. ഒരു സംഘം കവിതയിലെ വരികൾ താളമിട്ട് പാടുന്നു. അപ്പോൾ രണ്ടാമത്തെ സംഘം ആ വരികളിൽ പറഞ്ഞ കാര്യം അഭിനയിച്ച് കാണിക്കുന്നു. അഭിനയിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നതിന് പാടുന്നവർ ഒരേ വരികൾ രണ്ടോ അതിലധികമോ തവണ ആവർത്തിച്ച് ചൊല്ലിയാൽ മതി. പാഠഭാഗത്തിൽ വർണ്ണിച്ച എല്ലാ ദൃശ്യങ്ങളും ഒരു സംഘം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ പാട്ടുകാരാവണം. പാടിയവർ അഭിനയിക്കുകയും വേണം. ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ? ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ, തോട്ടിൽ മീൻ പിടിക്കുന്നവർ, റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും, ഇങ്ങനെ പുതിയ കുറേ കാഴ്ചകൾ ഉണ്ടാവില്ലേ? ഒരു സംഘം ഒരു ദൃശ്യം അഭിനയിക്കുക, രണ്ടാം സംഘം അതെന്താണെന്ന് പറയുക. നിങ്ങൾക്ക് ഇങ്ങനെയും ഈ കളി മുന്നോട്ട് കൊണ്ടുപോവാം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കിക്കേ. അക്ഷരക്കിലുക്കം. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാനൊരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടികപ്പാവയെപ്പോലിരുന്നിടുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ്? പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിലെഴുതൂ. ഈ വരികളിലെല്ലാം രണ്ടാമത്തെ അക്ഷരം, അതായത് ണ്ട എന്ന അക്ഷരം ആവർത്തിച്ച് ഒരുപോലെ വരുന്നു. ഇതിനെ ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് പറയുക. അതായത് രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നു എന്നർത്ഥം. ഈ പ്രാസം കൊണ്ട് കവിതയ്ക്ക് ചൊല്ലിക്കേൾക്കുമ്പോൾ അനായാസ ഭംഗി കൈവരുന്നുണ്ട്. ഇനി ഇതുപോലെ വരുന്ന വരികൾ നോക്കിക്കേ. മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു. തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ. മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിൻ മുമ്പു വായു ശമിക്കയാൽ. എണ്ണ തേക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു. കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടനങ്ങാതിരിക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു. പറ്റു വിളിക്കും കുഴൽക്കാരനന്നേരം തെറ്റൊന്നു കാലും കവച്ചു നിന്നിടുന്നു. എത്രയും വിസ്മയം സർവ്വജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. ഇതിലെല്ലാം നമുക്ക് ദ്വിതീയാക്ഷരപ്രാസം കാണാം. നിറച്ചാർത്ത്.
കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന കവിതാഭാഗത്തുള്ളത്. നമുക്കവയിൽ പലതിനെയും വർണ്ണചിത്രങ്ങളാക്കാമല്ലോ. ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കൂ. നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതി വയ്ക്കുകയും വേണം. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിലൊരു ഒരു പ്രദർശനമാക്കിയിട്ട് നടത്താവുന്നതാണ് കേട്ടോ. ചിത്ര പ്രദർശനമാക്കിയിട്ട് നടത്താവുന്നതാണ്. ചിരി വരുന്ന വഴി. താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ. 1. ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ. ഇതെന്താ മക്കളെ ഇവിടെ ഈ വരികളിൽ ചിരി വരുന്നത്? ആദ്യത്തെ 3 വരികൾ കണ്ടോ? ചെമ്പിച്ച താടി, മീശ, കേശം എന്ന് വെച്ചാൽ മുടി. ഇതെല്ലാം എന്താണ്? വമ്പിച്ച കൈകളാണ്. ആ കൈകളിൽ എന്തുണ്ട്? അമ്പും വില്ലുമുണ്ട്. പിന്നെയോ ചെമ്പരത്തിപ്പൂവ് പോലെയുള്ള നേത്രങ്ങളാണ്, കണ്ണുകളാണ്. പക്ഷേ എന്താ? അമ്പിളി പോലെ വളഞ്ഞ പല്ലുകളാണ്. എന്ന് വെച്ചാൽ എന്താണ്? പല്ല് മാത്രം എന്താണ്? മോശമായിപ്പോയി. ബാക്കിയെല്ലാം നല്ലതാണ്, പല്ല് മാത്രം വളഞ്ഞ പല്ലുകളായിപ്പോയി. അപ്പോൾ ആ വരി കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരുന്നുണ്ട്, അല്ലെങ്കിൽ നർമ്മം ആ വരികളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തേത് നോക്കൂ. ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തഥ തീയിലരിച്ചു, അരകല്ലങ്ങു കുളത്തിലെറിഞ്ഞു. ഇതെന്താണ്? എന്തൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്? ഉരുളികളും കിണ്ടികളും ഒക്കെ എന്ത് ചെയ്തു? തച്ചുടച്ചു, ഉരല് കിണറ്റിലേക്ക് എറിഞ്ഞു, ചിരവയെടുത്ത് തീയിലിട്ടു, അരകല്ല് എന്ത് ചെയ്തു? കുളത്തിലെറിഞ്ഞു. ഈ വരികളെല്ലാം കേൾക്കുമ്പോൾ ഈ വരികളിലെല്ലാം നർമ്മമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആസ്വാദനം എഴുതാം. വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത്? താളഭംഗി, വിവിധ ദൃശ്യങ്ങൾ, ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്യൂ. അവയെല്ലാം ഉൾപ്പെടുത്തി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്നും എടുത്തൊരു ഭാഗമാണ് വായുവില്ലാത്ത ലോകം. ഗൗരവതരമായൊരു സംഭവത്തെ ഹാസ്യരൂപേണ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ. സാധാരണ സംഭവങ്ങൾക്കപ്പുറം എന്ത് എന്ന ചോദ്യം വായനക്കാരിൽ ഒട്ടേറെ ചിന്തകൾ സൃഷ്ടിക്കും. കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതിന് വിപരീതമായി നടന്നാൽ എന്തു സംഭവിക്കും? ഈ ചോദ്യം ഒരേ സമയം വായനക്കാരിലും കേൾവിക്കാരിലും കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കും. വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽ ഭാഗത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഇതേ ചോദ്യമാണ് നർമ്മരൂപേണ നമ്മോട് ചോദിക്കുന്നത്. വായു ഇല്ലാതെയാകുമ്പോഴാണ് നാം വായുവിൻ്റെ വില അറിയുക. കണ്ണില്ലാതാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയുമെന്ന് പറയുന്നത് പോലെ വായുവില്ലാത്ത ലോകത്തെ നമ്പ്യാർ ഭാവനാ ചിത്രമാക്കി ഇതിൽ വികസിപ്പിച്ചിരിക്കുന്നു. കവി വാക്കുകൊണ്ട് വരച്ച ഈ ചിത്രം നമുക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നു. വെള്ളമില്ലാതായാലും ഭക്ഷണമില്ലാതായാലും എല്ലാം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതിലേറെ കഷ്ടമായിരിക്കും വായു ഇല്ലാതായാൽ സംഭവിക്കുക. മനുഷ്യന് അത്യാവശ്യമായ വായു ഇല്ലാതായാലുള്ള രംഗങ്ങൾ ഒരു ചിത്രം പോലെ നമ്പ്യാർ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. പെട്ടെന്ന് വായു ഇല്ലാതായാൽ മനുഷ്യരെല്ലാവരും കൊത്തിപ്പണി കഴിപ്പിച്ച പാവകൾ പോലെ നിശ്ചലമായിരിക്കും എന്നാണ് കവി പറയുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നയാൾ ആ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നുണ്ടാവും. അത് കണ്ടിരിക്കുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാത്ത പാവയെപ്പോലെ നിൽക്കുന്നുണ്ടാവും. മുണ്ടുടുത്തുകൊണ്ടിരിക്കുന്നയാൾ 2 കൈകൊണ്ടും മുണ്ടിൻ്റെ കര ഞൊറിഞ്ഞത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. വടിയെടുത്ത് ഓടിപ്പോയയാൾ കുഴിയിൽ വീണ മരത്തടി പോലെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങി വന്നവർ പൊങ്ങിയും കിടക്കുന്നുണ്ടായിരിക്കും. എണ്ണ തേക്കുന്നവരും കണ്ണെഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലമായി നിൽക്കും. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയയാൾ തവി താഴ്ത്തി അനങ്ങാനാവാതെ ഇരിക്കും. പാട്ടുപാടുന്നവരോ ഒരു കൈ ചെവിയിലും വെച്ച് വാ തുറന്നിരിക്കുന്നുണ്ടായിരിക്കും. മദ്ദളം കൊട്ടുന്നയാൾ ആ മദ്ദളം കഴുത്തിലുമിട്ട് ചലിക്കാൻ കഴിയാതെ നിൽക്കും. ഇങ്ങനെ വായു ഇല്ലാതെയായാൽ എല്ലാ ജനങ്ങളും ഒരു കടലാസിൽ വരച്ച ചിത്രം പോലെയായിരിക്കും എന്നാണ് നമ്പ്യാർ പറയുന്നത്. ചുരുക്കത്തിൽ മരണം പോലെ നിശ്ചലം എന്നർത്ഥം. ഈ ചിത്രങ്ങളൊക്കെയും മനുഷ്യരിൽ ദുഃഖമാണ് ഉണ്ടാക്കുക. എങ്കിലും നമ്പ്യാർ അത് നർമ്മത്തോടെ ആവിഷ്കരിച്ചെന്നു മാത്രം. കഷ്ടകാലത്തിൽ നിന്നും ചിരി ഉണ്ടാക്കുന്ന ഈ സന്ദർഭം നമ്പ്യാരുടെ പ്രതിഭയ്ക്ക് വലിയ ഉദാഹരണമായി മാറുന്നു. ഏത് വിഷമാവസ്ഥകളെയും നർമ്മബോധത്തോടെ തരണം ചെയ്യാനുള്ള പ്രേരണ ഈ കവിത നമുക്ക് നൽകുന്നു. എനിക്കിതിൽ ഏറെ ഇഷ്ടമായ വരികൾ ഉണ്ടിരിക്കുന്നവർ വായും തുറന്നങ്ങും മിണ്ടാതിരുന്നുരുളയും കൈകൊണ്ടു എന്നതാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വായ തുറന്ന് പാവ പോലെ നിൽക്കുന്ന ചിത്രം എനിക്ക് അധികം ചിരി നൽകിയതുകൊണ്ടാണ് എനിക്ക് ഈ വരികൾ ഇഷ്ടമായത്. അടുത്ത പ്രവർത്തനം നോക്കൂ. കടങ്കഥകളുടെ ലോകം. വായുവില്ലാതെയായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ. താഴെ കൊടുത്ത കടങ്കഥകളിലും ഈ പ്രത്യേക കഥകൾ കാണുന്നുണ്ടോ? പറയൂ.
കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല. രണ്ടാമത്തേത് നോക്കൂ, ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായില്ലാത്തൊരു കരിവള്ളി. ഈ കടങ്കഥകളിലും നമുക്ക് അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന ഇത് കാണാം അല്ലേ? ആദ്യത്തേതിൽ ണ്ട എന്നുള്ള അക്ഷരം, രണ്ടാമത്തേതിൽ ല എന്നൊരു അക്ഷരം അല്ലേ? അപ്പോൾ ആ കവിതയ്ക്ക് ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്, ഈ കടങ്കഥകൾക്കും ഈ വരികൾ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നത് എന്ത് കൊടുക്കുന്നുണ്ട്? ഭംഗി കൊടുക്കുന്നുണ്ട് അല്ലേ? ചിത്രത്തിലെ കടങ്കഥകൾ കണ്ടെത്തൂ. നോക്കിക്കേ, ചിത്രത്തിൽ നമുക്ക് ആകാശം കാണാം, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും, പിന്നെ അതുപോലെ ചെടി, ഇലകൾ ഇതെല്ലാം കാണാം അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ നമുക്ക് നോക്കിയാലോ? കെട്ടാത്ത തൂണില്ലാത്ത മേൽക്കൂര ഏത്? എൻ്റെ പുരയിലിരുന്നാൽ വെയിലും കൊള്ളും മഴയും കൊള്ളും. എൻ്റെ പായ മടക്കിയിട്ടും മടക്കിയിട്ടും തീരുന്നില്ല. അടിക്കാത്ത മുറ്റമേത്? അച്ഛനൊരു സാരി തന്നു, ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല. കിടക്കുമ്പോൾ നെഞ്ചിനുമീതെ, നടക്കുമ്പോൾ തലയ്ക്കുമീതെ. കറുത്തിട്ടും കാണാം, വെളുത്തിട്ടും കാണാം, പുള്ളിക്കുപ്പായമിട്ടിട്ടും കാണാം. തലയ്ക്കുമീതെ നീല നിറത്തിൽ വമ്പൻ കുടയുന്നുണ്ടല്ലോ, അതിൻ പേരൊന്ന് ചൊല്ലാമോ? എങ്ങു തിരിഞ്ഞാലും കാലില്ല പന്തൽ. ഇതിനെല്ലാം ഉത്തരം ആകാശമാണ്. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. 1000 കുറിയരി അതിലൊരു നെടിയരി. ആന കയറാമല ആടുകയറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഇതിനെല്ലാം ഉത്തരം നക്ഷത്രങ്ങളാണ്. ഒരു പൂൾ കൊട്ടത്തേങ്ങ. ഇന്നാൾ കണ്ടൊരു തേങ്ങാപ്പൂൾ ഇന്നേക്കൊരു വട്ടക്കണ്ണാടിയായി. കിണ്ണം നല്ലൊരു വെള്ളിക്കിണ്ണം, കിണ്ണം നിറയെ പാൽക്കഞ്ഞി. അരമുറി പുട്ടിന് 1000 തേങ്ങ. ആരും വറുക്കാത്ത പപ്പടം കണ്ടോ, ചട്ടിയിലൊതുങ്ങാത്ത പപ്പടം കണ്ടോ, മച്ചിലിരിക്കുന്ന പപ്പടം കണ്ടോ, പപ്പടമേതെന്ന് ചൊല്ലിടുവിൻ വേഗം. 1000 പറ അവിൽ ഒരു പൂൾ കൊട്ടത്തേങ്ങ. കാട്ടിലൊരു കൊച്ചരിവാൾ. വെള്ളമില്ലാ കടലിൽ ആളില്ലാ തോണി. വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക. കരയില്ലാ കടലിലെ കൊച്ചുതോണി, തുഴയില്ലാതോടുന്ന കൊച്ചുതോണി. ഇതിനെല്ലാം ഉത്തരം എന്താണ്? അമ്പിളിമാമനാണ്, അല്ലെങ്കിൽ ചന്ദ്രനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് മലയാളത്തിലെ വായുവില്ലാത്ത ലോകം എന്ന പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്കിനി ആവശ്യമുള്ള യൂണിറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്